ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇറാൻ അമേരിക്ക ഒരു സീസ് ഫയർ ടോക്സ് നടക്കുന്നുണ്ട്, ഡീലല്ല ടോക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട്, കുറച്ച് മണിക്കൂറുകളായിട്ട് അധികം അറ്റാക്സ് ഒരിടത്തും ചെയ്യുന്നില്ല. അവർ വളരെ സൈലൻ്റായിട്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ അത് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ടോക്കിൻ്റെ ബേസിസിൽ സംഭവിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്. അതിനു മുന്നേ തന്നെ US അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാൻ കപ്പലുകൾക്ക് നേരെ. ശ്രീലങ്കയ്ക്ക് അടുത്തൊക്കെ ഒരു കപ്പലിനെ അവർ വെടിവെച്ചിട്ടതായിട്ടും പുറത്തും സംഭവിച്ചിട്ടുണ്ട്. സോ ഇതിലെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്ലോബൽ കൺട്രീസിനെല്ലാം തന്നെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. സോ അത് ഇത്രയും ഹൈയിലേക്ക് പോകുന്നതും അതിൻ്റെ മേളിലൊരു അരക്ഷിതാവസ്ഥ നിൽക്കുന്നതും ഒരു രാജ്യങ്ങൾക്കും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഏഷ്യയിലെ എല്ലാ കൺട്രീസും അത് കാരണം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു യുദ്ധം നടക്കാതിരിക്കുക, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും കളക്റ്റീവായിട്ടുള്ള ആവശ്യമാണ്. സോ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലോലി ഇതങ്ങ് ഫെയ്ഡപ്പ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ കാണിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ അത്യാവശ്യം കുറച്ച് ഒരു 100 പോയിൻറ്റ്സിന് മേളിലുള്ള ഒരു ഹൈയിലാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ അനാലിസിസ് നോക്കിയാൽ ഈ ഒരു ഏരിയയാണ് അടുത്ത സപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അല്ലേ. 24,350 റേഞ്ച് ആണ് സപ്പോർട്ട് കാണിച്ചിരുന്നത്. ഒരു 240 വരെയൊക്കെ മാക്സിമം സപ്പോർട്ട് അവിടെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതിന് മുന്നേ തന്നെ അത് പതുക്കെ സപ്പോർട്ട് എടുത്ത് ഇതൊക്കെ നമ്മൾ നേരത്തെ വരച്ചിരുന്ന ലൈൻസാണ് കേട്ടോ. ആ ലൈനിലേക്ക് തിരിച്ച് വന്ന് ടച്ച് ചെയ്ത് തിരിച്ച് വീണ്ടും ഒന്ന് കാം ഡൗൺ ആയി. അപ്പോൾ ഈ ഒരു 25,440 മേളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് സപ്പോർട്ട് എടുത്തു എന്ന് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ജസ്റ്റ് നിന്നു. എന്നാൽ ഇന്ന് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അറൗണ്ട് 24,600 റേഞ്ചിലായിരിക്കും ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുക. സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ എന്ന് പറയുന്ന ഏരിയയ്ക്ക് മേളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അത് കുറച്ച് പോസിറ്റീവാണ്. അതായത് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഡിപ്പ് കിട്ടിയിട്ട് അത് തിരിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കാരണം ഇനി മാർക്കറ്റ് താഴോട്ട് പോയില്ല എന്നുള്ളതല്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം, ഇതുപോലെ അതിഭീകരമായിട്ടുള്ളൊരു അറ്റാക്ക് തിരിച്ച് റീലോഞ്ച് ചെയ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴേക്ക് തന്നെ പോവാം. ഈ വീഴുന്ന അതേ സിറ്റുവേഷൻ തന്നെ താഴേക്ക് പോവാം. നമ്മൾ വരച്ചിരുന്ന സപ്പോർട്ട് കൃത്യമായിട്ട് അത് ഹിറ്റ് ചെയ്തു. എന്നാൽ എനിക്കൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും പ്ലീസ് നോട്ട്, ഈ ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തി, യൂട്യൂബ് നിങ്ങൾ കാണുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും വരിക എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് കൃത്യമായിട്ട് വർക്ക് ചെയ്തല്ലോ, ഇന്ന യൂട്യൂബറിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു, ഇത് വർക്ക് ചെയ്തു. ലിറ്ററലി ഇത് ടെക്നിക്കൽ അനാലിസിസ് ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് മാത്രമല്ല അത് അവിടെ സാധാരണ എത്തുമ്പോൾ കളക്റ്റീവ് ബിഹേവിയർ അവിടെ ഉണ്ടാറുണ്ട്. പക്ഷേ വാർ എന്ന് പറയുന്നത് അവിടെ ആ ഒരു വാറിൽ ആൾക്കാരെടുക്കുന്ന തീരുമാനങ്ങൾ കാരണം മാർക്കറ്റ് തിരിഞ്ഞു വരുന്നതാണ്. അത് ഈ ഒരു സപ്പോർട്ട് ബോക്സ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ അതവിടെ നിൽക്കണം എന്നില്ല. ടെക്നിക്കൽ അനാലിസിസിൽ അവിടെ ഒരു ബോക്സ് ഉണ്ട് എന്ന് കാരണം മാർക്കറ്റ് നിൽക്കണം എന്നില്ല. ബിക്കോസ് വാർ എന്ന് പറയുന്നത് എല്ലാം തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വാർ ആ സമയം ആയപ്പോഴേക്കും ഫെയ്ഡ് ഔട്ട് ആയത് കാരണം ഇതൊരു സപ്പോർട്ട് എടുത്താണ്. അല്ലാണ്ട് ഒരിക്കലും ജീവിതത്തിൽ ടെക്നിക്കൽ അനാലിസിസിനെ ബ്ലൈൻഡായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. ന്യൂസ് ബേസ്ഡാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. എന്നാൽ ടെക്നിക്കൽ അനാലിസിസ് എത്തുമ്പോൾ അവിടെ ന്യൂസ് കുറവാണെങ്കിൽ ആ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതേ ഇന്നലെ സംഭവിച്ചുള്ളൂ. അവിടെ എത്തിയപ്പോൾ ഒരു സപ്പോർട്ട് എടുത്ത് ആ ഏരിയയിൽ എത്തിയപ്പോഴേക്കും കളക്റ്റീവ്ലി ആൾക്കാർ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് കാരണം അവിടെ നിന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 24,600 റേഞ്ചിലാണ്. 24,600 റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 24,800 to 960 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, 25,000 to 25,100 തന്നെയാണ് അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. താഴേക്ക് നോക്കിയാൽ അത്രയും വലിയൊരു ക്യാൻഡിൽ ഞാൻ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. താഴേക്ക് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു 24,800 25,000 ഇല്ലെങ്കിൽ 24,960 ആണ് അതിൻ്റെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഇത് തൊട്ട് മുന്നത്തെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഒരു 550 to 620 റേഞ്ചിലായിരിക്കും ഓപ്പൺ ചെയ്യുക. സോ അടുത്തത് 720 800. അപ്പോൾ ലെവൽസ് ശ്രദ്ധിച്ച് കേൾക്കുക.
600, 660, 720, 800, 880, 960 അടുത്ത ലെവൽസ് എന്ന് പറയുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 600 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 520, 440, 350, 240, 100 എന്നിങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ട് ലൈൻസ്. ഇതുവരെ ഇനി അങ്ങോട്ട് താഴോട്ട് പോകാനുള്ള ഒരു ഡേറ്റ ഇല്ല. ഇനി ഒരു യുദ്ധം നമ്മളെ ട്രേഡിംഗ് അവേഴ്സിനകത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിനകത്ത് അത്യാവശ്യം നല്ലൊരു ഫോള് വന്നിരുന്നു. ചിലരുടെയൊക്കെ പോർട്ട്ഫോളിയോ വളരെ ലോയിൽ പോയി. ഐ തിങ്ക് അറൗണ്ട് 30% പ്രോഫിറ്റിൽ നിന്ന് എൻ്റെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് 23% ഡൗൺ ആയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ ഫോളിൽ. അതിനിടയ്ക്ക് ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് ഫോളോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോ വന്നത് മെറ്റൽ സ്റ്റോക്സാണ്. പിന്നെ ലാർസൺ ആൻഡ് ടൂബ്രോ കുറച്ച് പൊസിഷൻ ഉണ്ടായിരുന്നു, അത് മാത്രമേ താഴോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ മെറ്റൽ സെക്ടറിൽ ലോ കിട്ടുമ്പോൾ ബൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അവിടെ ഹിൻഡാൽക്കോ, സെയിൽ പോലുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ബാച്ച് 12 വേണ്ടി ഞാൻ മേടിക്കുമ്പോൾ അത് ബാച്ച് 12 ക്ലോസ് ചെയ്യുമ്പോഴേക്കും അത് 30% റിട്ടേൺ തന്നിരുന്നു. ഇന്ന് അത് 22% റിട്ടേണിലാണ് നിൽക്കുന്നത്. 8% തിരിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് വേറെ പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചത് വീണ്ടും ആ ലെവലിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു SL കീപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള സ്റ്റോക്സ് കുറച്ച് മേടിച്ചിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ SL ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. ഒരുപാട് പേര് ഒരുപാട് സ്റ്റോക്സിൻ്റെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എനിക്കതിൽ വലിയ കാര്യമായിട്ട് ഫീലിംഗ് ഇല്ല. നല്ല സ്റ്റോക്സുകൾ ഏതെങ്കിലും ഉണ്ട്. ഇപ്പോൾ റിലയൻസ് ഇപ്പോൾ എടുക്കേണ്ട, ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. HDFC ബാങ്ക്, SBI ബാങ്ക്, പിന്നെ ഈ പറഞ്ഞ ടൈറ്റൻ പോലുള്ള സ്റ്റോക്കുകൾ, ഓൾ ടൈം ഫേവറേറ്റ്സ് ആയിട്ടുള്ള സ്റ്റോക്സൊക്കെ അക്യുമുലേറ്റ് ചെയ്യണം. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അക്യുമുലേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 സ്റ്റോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 3 സ്റ്റോക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഞാനും 1-2 സ്റ്റോക്സ് BEL ഒന്നും ലൈഫിൽ ഞാൻ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ BEL സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലേക്ക് കുറച്ച് സ്റ്റോക്സ് ഞാൻ മേടിച്ചിട്ടു. 1% ഇപ്പോൾ ഡൗൺ ആണ്, ഇല്ല പോസിറ്റീവിലാണ്. 1-2% പ്രോഫിറ്റിലാണ്. മാർക്കറ്റ് വീഴുന്നപ്പോഴേക്കും യുദ്ധം എന്നുള്ളത് കാരണം BEL കയറി. അപ്പോൾ ഒരു 2-3% കയറിയിട്ട് അതിങ്ങനെ സൈഡ് വേസ് പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കുറച്ച് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇത് ഞാൻ ഐഡിയ ഷെയർ ചെയ്യുന്നതാണ്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ പേഴ്സണലി എങ്ങനെ എൻ്റെ മാർക്കറ്റിനെ കുറിച്ചിട്ട് തിങ്ക് ചെയ്തു എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് നല്ല ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള വീഴില്ല എന്ന് ഉറപ്പുള്ള ഈ യുദ്ധം കാരണം ഓയിൽ സെക്ടർ ഒരുപാട് മെറ്റലിൽ പോരുത്, കുറച്ച് സ്റ്റോക്സ് കുഞ്ഞായിട്ട് മേടിച്ചിടുന്നതിൽ തെറ്റില്ല. അത് വീണ്ടും അത് താഴേക്ക് പോയാൽ മേടിക്കാനുള്ള കണക്കിനാണ് ഞാൻ മേടിക്കുന്നത്. സോ മാർക്കറ്റ് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ 23,100 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ BELൻ്റെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള കണക്കിന് ഞാൻ അവിടെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ 50% താഴെ ഞാൻ മേടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കണക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അനാലിസിസ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.